എപ്സ്റ്റീൻ ഫയലുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും ഉൾപ്പെട്ടതിൽ വിവാദം കത്തിക്കയറുകയാണ്. അമേരിക്കയിൽ മാത്രമല്ല ആഗോളതലത്തിൽ പോലും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇത് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് വിശ്വഭാരതി സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൃണമൂൽ ഛത്ര പരിഷത്തും സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും രംഗത്തെത്തിയിരിക്കുന്നത്. എപ്സ്റ്റീൻ ഫയൽ പുറത്തു വന്നതോടെ രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച ഒരേയൊരു ലോക പൈതൃക സർവകലാശാലയിലെ ചാൻസലർ സ്ഥാനത്തിന്റെ പ്രശസ്തിക്ക് കോട്ടം സംഭവിച്ചതായി വിദ്യാർത്ഥി യൂണിയനുകളും പരാതിപ്പെടുന്നുണ്ട്. അതേസമയം ഈ മാസം നടക്കാനിരിക്കുന്ന ബിരുദദാന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കുമെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. എന്നാൽ ചാൻസലർ സ്ഥാനത്ത് നിന്നും രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായതിനാൽ ബിരുദദാന സമ്മേളനത്തിലെ മോദിയുടെ പ്രസൻസും പാതി വഴിയിൽ മുട്ടിയ ചർച്ചയായിട്ടുണ്ട്. ഒരു ഇമെയിൽ സന്ദേശത്തിൽ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീൻ മോദിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മോദി തന്റെ ഉപദേശം സ്വീകരിച്ചാണ് ഇസ്രയേൽ പോയതെന്നാണ് മെയിലിൽ എപ്സ്റ്റീൻ പറയുന്നത്. പിന്നാലെ ഇത് വലിയ വിവാദങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. വിഷയം പാർലമെന്റിൽ സജീവ ചർച്ചയാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. അതേസമയം ഇത്തരം പരാമർശത്തെ തള്ളിക്കളയുകയാണ് BJPയും മറ്റു നേതാക്കളും. 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഇസ്രയേൽ സന്ദർശനത്തെ കുറിച്ചാണ് ഫയലുകളിൽ പരാമർശിക്കുന്നത്. ഒരു ഇമെയിലിൽ മോദി തന്റെ നിർദ്ദേശപ്രകാരമാണ് ഇസ്രയേൽ സന്ദർശിച്ചതെന്ന എപ്സ്റ്റീന്റെ പരാമർശമാണ് വിവാദത്തിന് തിരിതെളിച്ചത്. ശിക്ഷിക്കപ്പെട്ട ഒരു കുറ്റവാളിയുടെ അസംബന്ധമായ ചിന്താഗതികളാണിതെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇതിനെതിരെ പ്രതികരിച്ചത്. 2017 ജൂലൈ 9 ജാബോർ വൈ എന്നയാൾക്ക് എപ്സ്റ്റീൻ അയച്ചതായി പറയപ്പെടുന്ന ഇമെയിൽ സന്ദേശത്തിലാണ് മോദിയുടെ പേര് പറയുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി US പ്രസിഡന്റിന്റെ നേട്ടത്തിനായി തന്റെ ഉപദേശപ്രകാരം ഇസ്രയേലിൽ പോകുകയും നൃത്തം ചെയ്യുകയും പാട്ടുപാടുകയും ചെയ്തു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവർ കണ്ടുമുട്ടിയിരുന്നു. അത് വിജയിച്ചു. ഇങ്ങനെയാണ് ഇമെയിലിൽ പരാമർശമുള്ളത്. എപ്സ്റ്റീൻ ഫയലുകളിൽ പ്രധാനമന്ത്രിയുടെ പേര് ഉൾപ്പെട്ടതായി കോൺഗ്രസ് നേരത്തെ ആരോപണം ഉന്നയിച്ചതാണ്. ന്യൂയോർക്കിലെ ഒരു സ്കൂളിലെ അധ്യാപകനായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ. പിന്നീട് ജോലി ഉപേക്ഷിക്കുകയും ജെ എപ്സ്റ്റീൻ ആൻഡ് കോ എന്ന സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തു. കുറച്ചുകാലം കൊണ്ട് തന്നെ ജനശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, എപ്സ്റ്റീൻ പ്രമുഖരുമായി വ്യക്തിബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക തൊഴിലിന് പ്രേരിപ്പിച്ചുവെന്നതടക്കം നിരവധി ആരോപണങ്ങൾ എപ്സ്റ്റീനെതിരെ ഉയർന്നു വന്നു. പിന്നാലെ 2008 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക തൊഴിലിന് പ്രേരിപ്പിച്ചുവെന്ന കേസിൽ എപ്സ്റ്റീൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. തുടർന്ന് 18 മാസത്തെ തടവിന് ശിക്ഷിച്ചു. 2019 ജൂലൈ 24 എപ്സ്റ്റീനെ ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതിനിടയിലാണ് ട്രംപും എപ്സ്റ്റീനും തമ്മിൽ ബന്ധമുണ്ടെന്ന് കാണിക്കുന്ന ഇമെയിലുകൾ പുറത്തു വരുന്നത്. ജെഫ്രി എപ്സ്റ്റീന്റെ നിയമവിരുദ്ധ ഇടപാടുകളെ കുറിച്ച് ട്രംപിന് അറിവുണ്ടായിരുന്നു എന്നാണ് ഇമെയിലിന്റെ സാരാംശം.